നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ആണോ ട്രംപ്, അതോ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങൾ നടപ്പാക്കുന്ന രാഷ്ട്രീയ പങ്കാളിയോ? ഇപ്പോൾ ലോകം ചോദിക്കുന്നത് അതാണ്. ഇറാനെതിരായ കടുത്ത ആണവ നിബന്ധനകളിൽ ട്രംപും നെതന്യാഹുവും ഒരുമിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കൈകളിലാണെന്ന ചർച്ച വീണ്ടും ശക്തമാവുകയാണ്. ഇറാനെ പൂർണ്ണമായി മുട്ടുകുത്തിക്കണമെന്ന ഇസ്രയേൽ നിലപാടിലേക്കാണ് അമേരിക്കയെ ട്രംപ് വലിച്ചിഴച്ചതെന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ പോലും ശക്തമായി കഴിഞ്ഞു. കാരണം ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നഷ്ടം ഇപ്പോൾ നേരിടുന്നത് അമേരിക്ക തന്നെയാണ്. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായി. ശനിയാഴ്ച രാത്രി ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത്. ചർച്ചയേറെ വിജയകരമായിരുന്നു എന്ന് ട്രംപും പിന്നീട് വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ ശാലകൾ പൂർണ്ണമായി നിർത്തലാക്കുക, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ ഇറാന്റെ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നിവയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് നെതന്യാഹു തന്റെ പ്രസ്താവനയിൽ അറിയിച്ചത്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ല എന്ന് ഇരുവരും ആവർത്തിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും നെതന്യാഹു അവകാശപ്പെട്ടു കഴിഞ്ഞു. ഇസ്രയേൽ വർഷങ്ങളായി പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി തകർക്കണമെന്ന ഒറ്റ കാര്യം മാത്രമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമയും ജോ ബൈഡനും വരെ അതിൽ സൂക്ഷ്മ സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ട്രംപ് അധികാരത്തിലെത്തിയതോടെ സ്ഥിതി മാറി. നെതന്യാഹുവിന്റെ ശക്തമായ സമ്മർദ്ദവും ഇപ്പോൾ ആക്രമിച്ചില്ല എങ്കിൽ പിന്നീട് വൈകുമെന്ന ഭീഷണിയും ട്രംപിനെ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് നയിച്ചുവെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. പക്ഷേ ഈ യുദ്ധം അമേരിക്കയ്ക്ക് എത്ര വലിയ തിരിച്ചടിയായി മാറിയെന്നത് ഇപ്പോൾ വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ ലോക എണ്ണ വിപണി തകർന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദമുണ്ടായി. എണ്ണവില ഉയർന്നതോടെ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ അസന്തോഷവും വർദ്ധിച്ചു. ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ ക്യാമ്പിനകത്ത് പോലും ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, നെതന്യാഹുവിന്റെ യുദ്ധമാണെന്ന വിമർശനം ശക്തമായി. യുദ്ധം തുടങ്ങുമ്പോൾ ട്രംപ് പറഞ്ഞത് ഇറാനെ പൂർണ്ണമായി തടയണമെന്നായിരുന്നു. എന്നാൽ യുദ്ധം നീണ്ടതോടെ യാഥാർത്ഥ്യം അമേരിക്കയെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഇറാനെ പൂർണ്ണമായി തകർക്കുക എളുപ്പമല്ല എന്ന് വ്യക്തമായി. ഹൂതി ആക്രമണങ്ങൾ, ഗൾഫ് മേഖലയിലെ അസ്ഥിരത, അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഭീഷണി എല്ലാം അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും സമാധാന ചർച്ചകളിലേക്ക് തിരിയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നെതന്യാഹുവിനെ പൂർണ്ണമായി നിരാശനാക്കാനും ട്രംപ് തയ്യാറല്ല. അതിനാലാണ് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്ന കടുത്ത നിബന്ധനയിൽ ഇരുവരും ഒരുമിച്ചുവെന്ന സന്ദേശം പുറത്തുവരുന്നത്. ഇത് ഒരു വശത്ത് ഇസ്രയേലിനെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ മറുവശത്ത് അമേരിക്കൻ ജനങ്ങളോട് ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്ന് കാണിക്കാനുള്ള രാഷ്ട്രീയ നാടകം കൂടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ കുടുക്കിലാണ് എന്ന് വേണം പറയാൻ. യുദ്ധം തുടർന്നാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സാമ്പത്തിക നഷ്ടവും സൈനിക സമ്മർദ്ദവും ഉണ്ടാകും. യുദ്ധം അവസാനിപ്പിച്ചാൽ ഇറാനോട് മൃദു സമീപനം സ്വീകരിച്ചുവെന്ന വിമർശനം ഉയരും. ഈ സാഹചര്യത്തിലാണ് ട്രംപ് രണ്ട് വഴികളിലേക്കും ഒരേ സമയം നടക്കാൻ ശ്രമിക്കുന്നത്. പുറത്തേക്ക് കടുത്ത ഭാഷയും അകത്ത് സമാധാന ചർച്ചകളും. അതുകൊണ്ടാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം, ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ താല്പര്യത്തിനായാണോ പ്രവർത്തിക്കുന്നത്, അതോ നെതന്യാഹുവിന്റെ സുരക്ഷാ രാഷ്ട്രീയത്തിനായി അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചോ? കാരണം ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ രക്തവും പണവും രാഷ്ട്രീയ വിലയും നൽകേണ്ടി വന്നത് അമേരിക്കയ്ക്കാണ്. ഇനി യുദ്ധം വീണ്ടും ശക്തമായാൽ അതിന്റെ ആഘാതം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉടനീളം അനുഭവിക്കേണ്ടി വരുമെന്ന ഭയം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്.